പണ്ട് അസുഖബാധിതനായ ഡ്രാഗൺ രാജാവിനെ രക്ഷിക്കാൻ കുരങ്ങിന്റെ കരൾ വേണമായിരുന്നു. കടലും കരയും തമ്മിലുള്ള ആ വലിയ ചതിയുടെ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അന്ന് എല്ലുകളും കാലുകളുമുള്ള ഏറ്റവും സുന്ദരനായ ജീവിയായിരുന്നു ജെല്ലിഫിഷ്. രാജാവിന്റെ ആജ്ഞയനുസരിച്ച് കുരങ്ങിനെ തേടി അവൻ അതിവേഗം കരയിലേക്ക് തിരിച്ചു. നമസ്കാരം വൃക്ഷരാജാവേ, അങ്ങേ കടൽ കൊട്ടാരത്തിലെ ഒരു വിരുന്നിനെ ക്ഷണിക്കാൻ വന്നതാണ് ഞാൻ. അവിടെ സ്വർണ്ണ വാഴപ്പഴങ്ങളും തേൻ മധുരമുള്ള മാമ്പഴങ്ങളും ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ എനിക്ക് നീന്താൻ അറിയില്ലല്ലോ. പേടിക്കേണ്ട, എന്റെ എല്ലുകൾക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ നിങ്ങളെ സുരക്ഷിതനായി കൊണ്ടുപോകാം. സ്വർണ്ണപ്പഴങ്ങൾ മോഹിച്ച കുരങ്ങ് ജെല്ലിഫിഷിന്റെ പുറത്തു കയറി ആഴകടലിലേക്ക് കുതിച്ചു. തന്റെ ദൗത്യം വിജയിച്ച അഹങ്കാരത്തിൽ ജെല്ലിഫിഷ് അറിയാതെ രഹസ്യം പുറത്തുവിട്ടു. ആ കൊട്ടാരത്തിലെ ശസ്ത്രക്രിയയെക്കുറിച്ച് അവൻ വാതോരാതെ സംസാരിച്ചു. ശസ്ത്രക്രിയോ? കുരങ്ങിന്റെ ഉള്ളൊന്നാളി. ചതി മനസ്സിലാക്കിയ അവൻ ഒരു നിമിഷം തരിച്ചു നിന്നുപോയി. രാജാവിന്റെ ജീവൻ രക്ഷിക്കാൻ കുരങ്ങിന്റെ കരൾ വേണമെന്ന് ജെല്ലിഫിഷ് ചിരിച്ചുകൊണ്ടു പറഞ്ഞു. ഒരു രക്തസാക്ഷിയാകാൻ പോകുന്ന കുരങ്ങിനെ അവൻ പരിഹസിച്ചു. അയ്യോ, എന്റെ പ്രിയ സുഹൃത്തെ, നീ ഇത് നേരത്തെ പറയേണ്ടതായിരുന്നു. നീ എന്താണ് ഈ പറയുന്നത്? എന്ത് കാര്യമാണ് ഞാൻ നേരത്തെ പറയേണ്ടിയിരുന്നത്? ഞങ്ങൾ കുരങ്ങന്മാർ കരൾ കൊണ്ട് നടക്കാറില്ല. അത് ചൂടാവാതിരിക്കാൻ ഞാൻ മറക്കൊമ്പിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിന്റെ പക്കൽ അതില്ലെന്നോ? ഇല്ല, നമുക്ക് വേഗം തിരിച്ചുപോയി അതെടുക്കാം. അല്ലെങ്കിൽ രാജാവ് നിന്നോട് ദേഷ്യപ്പെടില്ലേ? കരയിലെത്തിയതും കുരങ്ങ് ജെല്ലിഫിഷിന്റെ പുറത്തുനിന്ന് ആഞ്ഞു ചാടി. കണ്ണ് ചിമ്മുന്ന വേഗത്തിൽ അവൻ മരത്തിന് മുകളിൽ കയറിപ്പറ്റി. കുരങ്ങ് ഉറക്കെ ചിരിച്ചു. വിഡ്ഢി ജെല്ലിഫിഷെ, ആരെങ്കിലും കരൾ മരത്തിൽ ഉണങ്ങാൻ വെക്കുമോ? അവന്റെ പരിഹാസം കേട്ട് ജെല്ലിഫിഷ് തകർന്നുപോയി. വിവരമറിഞ്ഞ ഡ്രാഗൺ രാജാവ് ക്രോധാവിഷ്ടനായി. ജെല്ലിഫിഷിന്റെ വിഡ്ഢിത്തം കണ്ട് അദ്ദേഹം അവനെ തന്റെ ഭീമാകാരമായ കൈകളിലിട്ട് ഞെരിച്ചു. അന്നു മുതൽ ജെല്ലിഫിഷിന് എല്ലുകളും കാലുകളും ഇല്ലാതായി. അമിതമായി അഹങ്കരിക്കുന്നവർക്കുള്ള ഒരു താക്കീതായി അവൻ വെറുമൊരു മാംസപിണ്ഡമായി മാറി.